ഇവിടെ ആണെങ്കിൽ ഈ വ്യക്തി തൻ്റെ കൂട്ടുകാരനായ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് തൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ചെറിയ മാംസം മുറിച്ചെടുക്കുകയാണ്. മാംസം മുറിച്ചെടുത്ത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഡോക്ടറായ വേറൊരു കൂട്ടുകാരിക്ക് ഒരു കിടിലൻ ഡിഷ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവൻ്റെ ശരീരത്തിൽ നിന്ന് ഈ മാംസം അവൻ മുറിച്ചെടുത്തത്. എന്നിട്ട് അവൻ കടയിൽ പോയിട്ട് ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഡിഷ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അവസാനം ഇവന് ഡിഷ് ഉണ്ടാക്കി കഴിഞ്ഞ് അവൻ്റെ കൂട്ടുകാർ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ട് ഈ ഡിഷ് കൊടുക്കുകയാണ്, ഡോക്ടറിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അവസാനം അവൻ്റെ കൂട്ടുകാരെ ഡോക്ടർ ഈ ഡിഷ് കഴിക്കുമ്പോൾ അവൾക്ക് അതിൻ്റെ രുചി ഇഷ്ടപ്പെടുകയും ഒരു വ്യത്യസ്തത കാണുകയും ചെയ്തു. അതിൻ്റെ രുചി ഇഷ്ടപ്പെട്ട് അവൾ വേറെ ഏതോ ലോകത്തിലേക്ക് പോകുന്ന പോലെ അവൾ സങ്കല്പിക്കുകയും ചെയ്തു. എൻ്റെ പിറ്റേ ദിവസം രാവിലെ ഇവർ രണ്ടുപേരും നേരിട്ടാണ് ഇവൻ പറയുകയാണ് ആ ഡിഷ് ഉണ്ടാക്കിയത് എൻ്റെ ശരീരത്തിലെ മാംസം വെച്ചിട്ടാണെന്ന്. ഇത് കേട്ട് അവൻ്റെ കൂട്ടുകാരിക്ക് ഇഷ്ടപ്പെടാതെ വരികയും അവൾ അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് അടുത്ത ദിവസം അവർ വീണ്ടും കാണുമ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി കൊടുത്ത ഫുഡിന്റെ ടിഫിൻ ബോക്സ് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവർ രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടിയത്. അവൾക്ക് ആ ഫുഡ് ഇഷ്ടപ്പെട്ടു, എനിക്ക് അതുപോലത്തെ ഫുഡ് ഇനിയും വേണം എന്ന രീതിയിലാണ് അവൾ ആ ടിഫിൻ ബോക്സ് അങ്ങേർക്ക് തിരിച്ചു കൊടുത്തത് തന്നെ. അതുകൊണ്ട് തന്നെ ഇവൻ വീണ്ടും ഇവന്റെ സുഹൃത്തായ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് വീണ്ടും അവന്റെ ശരീരത്തിലെ മാംസം മുറിച്ചെടുത്ത് ഡിഷ് ഉണ്ടാക്കാൻ തുടങ്ങിയാണ്.